നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ, ഇതാണോ? ഇത് ഞാൻ ചെയ്തു തരാം. എന്നത്തേക്ക് വേണം? ഞങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാ. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്ന ഉപകാരം. തീർച്ചയായും തരാം. മക്കളുടെ പേരെന്താ? ഞാൻ രാഗേന്ദു. ഞാൻ ടാനിയ. ഇതിന്റെ പ്രതിഫലം എത്രയെന്ന് വെച്ചാ അതുകൂടെ പറഞ്ഞേക്ക്. പ്രതിഫലം 25,000 രൂപ. ഇതാ അഡ്വാൻസ്. ഇത്രയും വലിയ അഡ്വാൻസോ? അതിനെന്താ, അമ്മയുടെ പ്രതിഫലത്തിനല്ലേ അഡ്വാൻസ് തരുന്നത്. ഞങ്ങള് പൊയ്ക്കോട്ടെ അമ്മേ. ശരി മക്കളെ. ഇവളെങ്ങോട്ടേ പൊട്ടിയൊക്കെ അടിച്ച് പോകാനൊരുങ്ങി നിൽക്കുന്നത്? എന്താടി വന്നോ? എന്നെ പോച്ചയിലാണല്ലോ നിങ്ങളുടെ പണി. കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. നീ എങ്ങോട്ടായി ഉടുത്തൊരുങ്ങി? അത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു. കാരണം നിങ്ങൾക്ക് ഒട്ടും സന്തോഷം വരാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് സന്തോഷം വരാത്ത എന്ത് കാര്യം? നീ എവിടെ പോവാണെന്നാ ഞാൻ ചോദിച്ചത്. ഞാനും എന്റെ ACPയും തമ്മില് ഒന്ന് ചുറ്റാൻ പോവാ. നിന്റെ ACPയോ? അതെ, എന്റെ ACP. എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഡിയർ അല്ലേ ACP? അതെ, താലി കെട്ടിയത് നിന്നെ ഭാര്യയാക്കാനൊന്നും അല്ല, വീട്ടുമൃഗമാക്കാന്. ഈ കഴുത്തി കിടക്കുന്നതേ ഒരു പശുക്കയറാണെന്നങ്ങ് കരുതിയാ മതി. എന്നാലേ പശുക്കയർ ഇന്ന് മുതല് പവിത്രമായൊരു താലിമാലയായി മാറാൻ പോവാ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാള് സ്വസ്ഥതയും സമാധാനം ഇല്ലാതങ്ങ് കടന്നു പോയില്ലേ. അതുകൊണ്ട് ACP എന്നോട് വന്ന് പറഞ്ഞു. എന്ത്? മീനൂട്ടി. എന്തോന്ന്? ബാക്കി കൂടി കേക്ക്. മീനൂട്ടി, മൈ ഡാർലിംഗ്, മൈ സ്വീറ്റി, നമുക്കൊന്ന് പുറത്തു പോവാടാ, ഒന്ന് ചുറ്റിയടിച്ച് വരാടാന്ന്. മരക്കുറ്റി പോലത്തെ അവനിൽ നിന്ന് പൂ പോലത്തെ വാക്കുകൾ വരുമോ? ഞാൻ വേണ്ട വേണ്ടെന്ന് ACPയോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞതാ. നമ്മളിങ്ങനെ പ്രണയിച്ച് പുറത്തു പോയാല് അമ്മായിയമ്മ ബോധം കെട്ട് വീണ് ചാവൂന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ACP പറഞ്ഞു, അമ്മയോ? ഏതമ്മ? അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. ACP ആകെ മാറിപ്പോയി അമ്മായി. എന്നിപ്പ ജീവനാ. അടുത്ത ദിവസം ഒരാട്ടുകെട്ടില് വാങ്ങാന്ന് പറഞ്ഞു. എന്തിന്? അത് എന്നെ ഇരുത്തി ആട്ടാൻ. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ. അമ്മായിയുടെ അനുഗ്രഹം ഉണ്ടാവണം കേട്ടോ. അതെ, ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോ അമ്മായി. അതെ, ശരിയാ. എന്റെ മകനോ മറുകണ്ഠം ചാടി. ഇനി ഞാനായിട്ട് നിന്നെ അനുഗ്രഹിച്ചില്ലാന്ന് വേണ്ട, അനുഗ്രഹിച്ചേക്കാം. എന്റെ ദൈവമേ, ഈ പോകുന്ന പോക്കില് ഒരു പോക്ക് പോണേ എന്റെ ഭഗവതി. കാവിൽ ഞാനൊരു ഛത്രസംഹാര പുഷ്പാഞ്ജലി കഴിച്ചേക്കാമേ. പോയിട്ട് വാ, നന്നായി വരും. അനുഗ്രഹിക്കാം. എന്റെ മകൻ ഇവളോട് എത്ര വേഗം ക്ഷമിച്ചു. കാട്ടുകുരങ്ങിനെയല്ലേ ഇവര് മരം ചാടാൻ പഠിപ്പിക്കുന്നത്? വല്ലാത്തൊരു അവതാരം തന്നെ. അമ്മേ, ഇത് മൈഥിലിയുടെ ഭാഗ്യമാണോ? അല്ലാതെ പിന്നെ ആരുടെ ഭാഗ്യമാ? എനിക്ക് ഈ ഭാഗ്യം ഒന്നുമില്ല മോനെ. ഒരു തൊഴിലറിയാവുന്നതുകൊണ്ട് കാശിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലേലും കണ്ണീരാണല്ലോ എന്റെ ജീവിതം.
നിങ്ങൾ വന്നതോടെ മനസ്സിന്റെ സങ്കടമൊക്കെ കുറേ അങ്ങ് കുറഞ്ഞു. എനിക്കും ഒരു മോനും മോളും ഒക്കെ ഉണ്ടെന്നൊരു തോന്നല്. ഇന്നാ ഇത് പിടിച്ചു. അല്ല ഇതെന്തിനാ അമ്മേ? ഇങ്ങനെ അന്യോന്യം നോക്കി അകത്ത് തന്നെ ഇരിക്കാതെ ഈ കൊച്ചിനെയും കുട്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോ. അതൊന്നും വേണ്ടമ്മേ. അതൊക്കെ വേണം. ഇങ്ങനെ മുരഞ്ഞുകൂടിയിരിക്കാതെ പോയിട്ട് വാ. അപ്പോ തന്നെ നിങ്ങൾക്കൊരു സന്തോഷമാവും. ചെല്ല്. വേണ്ടമ്മേ. അമ്മ പറഞ്ഞ മോൾ അനുസരിക്കില്ലേ? അനുസരിക്കാം. എന്നാ പോയിട്ട് വാ മോനെ. എന്നാ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ആരാ മോനെ? പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാ. ഇന്നാ മോളെ. ഹലോ, ഞാനാടാ വൈശാഖി, നിന്റെ ചേച്ചി. പറയേച്ചി. നീ ആവശ്യപ്പെട്ട പണം ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്നോട് എന്ത് കാണിച്ചാലും എനിക്ക് നീ എന്റെ കൂടെപ്പറപ്പാ. വഴക്ക് പറയല്ലേച്ചി. കാര്യം പറഞ്ഞതാ. ഈ പണം ഞാൻ എവിടെ കൊണ്ടുവരും? ചേച്ചി ഒരു കാര്യം ചെയ്യും, നമ്മുടെ ശംഖുമുഖം കടപ്പുറത്തേക്ക് വന്നാൽ മതി. ഞാനവിടെ കാത്തു നിൽക്കാം. ശരി. ശരി ചേച്ചി. മൈഥിലി, വേഗം റെഡിയാവും. നമുക്ക് പോവാം. എങ്ങോട്ട്? ആ അമ്മ പറഞ്ഞതല്ലേ, നമുക്ക് ബീച്ച് വരെ ഒന്ന് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.